ഇതൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തത്. ഗർഭിണിയാണെന്നും പറഞ്ഞ് രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് മസാല ദോശ വേണമെന്ന് എങ്ങനെയോ തള്ളി 7 മണിയാക്കി. പിന്നെ കഷ്ടപ്പെട്ട് എണീറ്റ് എന്തൊരു ഫാസ്റ്റായിട്ട് റെഡിയാകുന്നതെന്ന് നോക്കിയേ. ഹൈ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഫാസ്റ്റായിട്ട് പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ആ ചിരി കണ്ടോ, ഉറക്കം കളഞ്ഞിട്ട് മോന്തയ്ക്ക് ഒരു കുത്തു കൊടുക്കണം. മിണ്ടായിരിക്കും പെണ്ണെ. സ്പീഡിൽ പോട്ടെ പിപി. അങ്ങനെ കോട്ടയം അക്ഷയ ഹോട്ടലിലെത്തി. കുറേ നാളായി വന്നിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ഹൈ, വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും കുളിച്ച് കുട്ടപ്പനായിട്ടിരിപ്പുണ്ട്. മസാല ദോശ വന്നിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞു, എനിക്കൊരു കോഫി മാത്രം മതി. പിന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം സംഭവം കൊള്ളാം. ഒരു രക്ഷയില്ല. ചേട്ടാ, ഒരു മസാല ദോശയും കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഹായ്, എൻ്റെ കോഫി വന്നു. ഒരു രക്ഷയില്ല. നല്ല കീടിലൻ കോഫി. ചേട്ടൻ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ സെക്സി കോഫി. ഒരു എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞ അടിപൊളി കോഫിയുടെ ഇതാണ് എക്സ്പ്രഷൻ. കഷ്ടം, എന്ത് ചെയ്യാനല്ലേ, അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എൻ്റെ മസാല ദോശ വന്നല്ലോ. കൊള്ളാം, നല്ല മസാല ദോശ കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് മസാല ദോശ. ചട്നിയും കൊള്ളാം, സാമ്പാർ അത്ര പോരാ. അതിനിടയ്ക്ക് വീണ്ടും പൂരി ഓർഡർ ചെയ്തേക്കുന്നു. എൻ്റെ ദൈവമേ, ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ആകെ മൊത്തം 310 രൂപയുള്ളൂ. അതത്ര വലിയ പ്രൈസൊന്നുമല്ല. വെളിയിലിറങ്ങിയപ്പം വെയിറ്റ് നോക്കണം. എന്നാൽ പിന്നെ വെയിറ്റ് നോക്കിയേക്കാം. ഞാനും നോക്കി. എൻ്റെ വെയിറ്റ് എത്രയെന്ന് മനസ്സിലായത് കമൻറ്റ് ചെയ്യുക. ചാകര, യെസ്. ഇവിടുന്ന് കുറച്ച് മീനും വാങ്ങിയിട്ട് പോകും. കുറേ മീൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവനെന്താ എത്ര സന്തോഷം. എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇത് ഒരു മീൻ തൊള്ളയും പൊളിച്ച് നോക്കിയിരിക്കുന്നു. വീട്ടിലേക്കുള്ള വഴി വളരെ നല്ലതായതുകൊണ്ട് എൻ്റെ കുഞ്ഞാവ അവളുടെ വയറ്റിൽ കിടന്ന് ഊഞ്ഞാലാടുമായിരിക്കും. എന്തൊരു കഷ്ടമല്ലേ. ഇനി മാങ്ങയും വേണോ? അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാങ്ങ അടിച്ചു മാറ്റി നമ്മളിത് മീൻകറി വെക്കാൻ പോവാം. ബൈ.